അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ഈ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും ബംഗാളിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ തന്നെ ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, കേശവർദ്ധിനി. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെടി എന്തിനാണ് ഫേമസ് ആയത് എന്ന്. അപ്പോൾ ഈ ചെടിയുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു കോമൺ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള കോമൺ നെയിംസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ അല്ലെങ്കിൽ സ്റ്റാർ ഫ്ലവർ എന്നൊക്കെയാണ്. ഒരു നക്ഷത്രം ജ്വലിച്ച് നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നതുകൊണ്ടാവാം സ്റ്റാർ ഫ്ലവർ എന്നൊരു പേര് വീണത്. ഇനി ഈ ചെടിയുടെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് സൺഫ്ലവർ ഫാമിലിയിലെ, അതായത് ആസ്റ്ററേസിയ ഫാമിലിയിലെ സെൻട്രാത്തറം പങ്ചാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അതായത് നമ്മുടെ സൂര്യകാന്തി ചെടിയുടെ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടിയാണിത്. ഒരു 1 തൊട്ട് 1.5 മീറ്റർ വരെ പൊക്കം വെക്കുന്ന തറയോട് ചേർന്ന് വളരുന്ന ഒരു ഷ്രബാണ് ഈ ചെടി. ഈ ചെടിയുടെ ഇലകളാണെങ്കിൽ നല്ല പച്ച കളറിൽ വളരെ യുണീക്കായിട്ട് തോന്നിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ലേസ് ഷേപ്ഡ് ഇലകളാണ്. പൂക്കളാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല പർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡോട് കൂടിയ ഒരു നക്ഷത്രം ജ്വലിച്ച് നിൽക്കുന്ന രീതിയിലുള്ള പൂക്കളാണ് ഇവരുടെ. തറയോട് ചേർന്ന് വളരുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവയുടെ തണ്ടുകൾക്ക് വലിയ ബലമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര വുഡി സ്ട്രക്ചർ ഒന്നും ആയിരിക്കില്ല, വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ അതുണ്ടാകുന്ന പഴത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രൈ ആണ്, വൺ സീഡഡ് ആണ് എന്നാണ് പറയുന്നത്, പക്ഷേ ഞാനിതേവരെ കണ്ടിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് മെയിനായിട്ടും ഇലകളിലും പൂക്കളിലുമായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്, ഫ്രൂട്ട്സിലല്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ആൻറ്റി മൈക്രോബിയനും ഇമ്മ്യൂൺ മോഡുലേറ്റിങ്ങും ആയിട്ടുള്ള ടെർപ്പനോയിഡ്സ് ഉണ്ട്, ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചേഴ്സ് ആയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ അനാൽജസിക് ആൻഡ് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്, പിന്നെ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഹീലിങ്ങിനും ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഫാർമക്കോളജിക്കൽ ട്രഷറായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം. ഇനി ഈ ചെടിയുടെ ഒരു മെഡിക്കൽ യൂസേജും ഹെൽത്ത് ബെനിഫിറ്റ്സും നോക്കുകയാണെങ്കിൽ ഇത് ട്രഡീഷണലായിട്ടും മോഡേൺ ആയിട്ടുമുള്ള മെഡിസിൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് യൂസേജസ് ഉള്ള ഒരു ചെടിയാണ്. പിന്നെ ഒറ്റമൂലിയായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്, അതായത് ലിവർ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ജോണ്ടിസിനും ഹെപ്പറ്റൈറ്റിസിനും എതിരെയൊക്കെ മെഡിസിനിൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതൊരു ഡൈജസ്റ്റീവ് എയ്ഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്, മെയിനായിട്ടും വീർപ്പുമുട്ടൽ വരുമ്പോൾ, അതായത് ബ്ലോട്ടിങ്, പിന്നെ ദഹനക്കേട്, അതായത് ഇൻഡൈജഷൻ, പിന്നെ ഫ്ലാറ്റുലൻസ്, അതായത് വായു കയറുന്നതിൻ്റെ പ്രതിവിധിയൊക്കെ ആയിട്ട്, പിന്നെ ഇമ്മ്യൂൺ മോഡുലേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻഫെക്ഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ജനറിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ആത്രൈറ്റിസിനും റൂമാറ്റിസത്തിനും ബോവൽ ഡിസോർഡേഴ്സിനൊക്കെ തന്നെ എഫക്റ്റീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലേക്ക് വരാം. അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മുറിവ് ഉണക്കാനുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്, അതായത് ക്ലെൻസ് ചെയ്യാനും മുറിവ് ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ടിഷ്യൂ റീജനറേഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് സ്കിൻ ഇറിറ്റേഷൻസിന് നല്ലൊരു ഓപ്ഷനാണ്, അതായത് റാഷസ് സൂത്തം ചെയ്യാനും പിന്നെ മൈനർ ബേൺസ് ഒക്കെ സൂത്തം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ ഫൈനലി ഇതിന് ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് ഫംഗൽ ആൻഡ് മൈക്രോബിയൽ സ്കിൻ ഇഷ്യൂസിനെതിരെയും ഇത് യൂസ് ചെയ്യും. പിന്നെ ഇതിനൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഒരുപാട് ട്രഡീഷണൽ മെഡിസിൻസിൽ ഇത് മുടിയുടെ വളർച്ച എൻഹാൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടും ചെയ്യും, സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പ്രൂവും ചെയ്യും. ഈ പർപ്പസിന് ഈ ചെടിയുടെ ഇലകളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഇലകളിലുള്ള കോമ്പൗണ്ട്സ് ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഇങ്ങനൊരു ഹെയർ ഗ്രോത്ത് നടക്കുന്നത്. എന്നിരുന്നാലും ഇത് മനുഷ്യരിൽ വളരെ സക്സസ്ഫുൾ ആണ് എന്നുള്ളതിന് യാതൊരു എവിഡൻസസോ റെഫറൻസസോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിന് നല്ലൊരു റിസർച്ച് സബ്ജക്റ്റ് തന്നെയാണ് ഈ ചെടി. ഇതിലുള്ള ആ ഒരു സ്പെസിഫിക് കോമ്പൗണ്ട് റൈറ്റ് കോമ്പോസിഷനിൽ ഐഡൻറ്റിഫൈ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ ഒരു പക്ഷേ അതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കവറി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഈ ചെടിയുടെ ഒരു ടോക്സിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേജർ ടോക്സിസിറ്റി ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഹൈ ഡോസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം. പ്രഗ്നൻസി ടൈമിലും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും സൂപ്പർവിഷനോട് കൊടുക്കുന്നതായിരിക്കും ഇത് നല്ലത്. ഇനി ഈ ചെടിയുടെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ടും ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. സോയിലാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ലോമി ഓർ സാൻഡി സോയിലായിരിക്കും ഏറ്റവും നല്ലത്. ഫുൾ സണ്ണോ പാർഷ്യൽ ഷെയ്ഡോ ഉള്ള ഏരിയാസിൽ ഇത് വളരും.
അതുപോലെ തന്നെ മോഡറേറ്റ് വാട്ടറിങ് വളരെ നല്ലതാണ്. ഒരുവിധമുള്ള വളർച്ചയൊന്നും ഇതിന് പ്രശ്നമാവില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് വഴിയും അതുപോലെ തന്നെ സീഡ്സ് വഴിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ചെടിയുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഈ ഓയിൽസിലൊക്കെ യൂസ് ചെയ്യും. മെയിനായിട്ടും ഈ ഹെയർ എൻഹാൻസിങ് ഓയിൽസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആയുർവേദിക് ടെക്സ്റ്റുകളിലൊക്കെ ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് എന്ന രീതിയിൽ ഫീച്ചർ ചെയ്തേക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത് പോളിനേറ്റർ സപ്പോർട്ട് ചെയ്യും, സോയിൽ സ്റ്റെബിലൈസ് ചെയ്യും, അതുപോലെ തന്നെ മെഡിസിനൽ ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യും. പിന്നെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി കൂട്ടുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള ഈ പൂക്കളുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള ഈ ചെടി നിങ്ങളുടെ പൂന്തോട്ടങ്ങളിലും തോട്ടങ്ങളിലും ഒക്കെ തന്നെ നല്ല ആഡ് ഓൺ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.